ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. വാൽമീകി ആശ്രമത്തിൽ നിന്നും വളരെ സന്തോഷത്തോടുകൂടി ശത്രുഘ്നനും സംഘവും പിറ്റേന്ന് രാവിലെ മറ്റ് മുന്മാരോടൊത്ത് അവിടെ നിന്നും യാത്രയായി. മധുവനത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര ശത്രുഘ്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായിരുന്നു. കാരണം ശ്രീരാമദേവനെ കാണുവാനെത്തിയ പുരോഹിതരിലും സന്യാസിമാരിലും പെട്ട കുറേയധികം പേർ ശത്രുഘ്നോടൊപ്പം തന്നെ പങ്കുചേർന്നു. അവർ ഇങ്ങനെ യാത്ര തുടർന്ന് കാളന്തി നദിയുടെ തീരത്തെത്തി. കാളന്തി നദിയുടെ തീരത്തെത്തിയപ്പോഴാണ് സന്ധ്യ സമയം വൈകി. മധുവനത്തിലെത്തുന്നത് രാവിലെ ആകണം എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചിരുന്നു. കാരണം ലവണാസുരൻ പുറത്തേക്ക് പോകുന്ന സമയം രാവിലെയാണ്. ആ സമയത്ത് എത്തിച്ചേരണമെന്നുള്ളതാണ് ശത്രുഘ്നൻ്റെ നിശ്ചയം. അതുകൊണ്ട് തന്നെ കാളന്തി നദിയുടെ തീരത്ത് ഉള്ള ആശ്രമത്തിൽ ചില മഹർഷിമാരുടെ ആശ്രമം കണ്ടു. ആ ആശ്രമത്തിൽ ഇവർ വിശ്രമിച്ചു. വിശ്രമിക്കുന്നതിനിടയിലാണ് ശത്രുഘ്നൻ പല കാര്യങ്ങളും മഹർഷിമാരോട് ചോദിക്കുന്നതിനിടയിൽ ഈ ലവണാസുരൻ ഏതെങ്കിലും പ്രബലരായ ആരെങ്കിലും ഇതിനിടയിൽ നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ലവണാസുരൻ വധിച്ച നിരവധി ആൾക്കാരുടെ പേര് മഹർഷിമാർ പറഞ്ഞു. പക്ഷെ ഏറ്റവും കരുത്തനായ വ്യക്തി മാന്ധാതാവാണെന്ന് പറഞ്ഞു. മാന്ധാതാവിനെ വധിച്ചതാണ് ഒരു വലിയ സംഭവം. മാന്ധാതാവ് ആരാണ് എന്ന് ശത്രുഘ്നൻ ചോദിച്ചു. അപ്പോൾ മാന്ധാതാവിനെ കുറിച്ച് ഈ മഹർഷിമാർ ശത്രുഘ്നോട് പറഞ്ഞു. മാന്ധാതാവിനൊരു പ്രത്യേകത ഉള്ളത്, മാന്ധാതാവിനെ പ്രസവിച്ചത് പുരുഷനാണ്. മാന്ധാതാവ് പാല് കുടിച്ച് വളർന്നത് സ്വന്തം പെരുവിരലിൽ നിന്നാണ് പാല് കുടിച്ച് വളർന്നത്. ഈ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയായിരുന്നു മാന്ധാതാവ്. വളരെ കരുത്തനായിരുന്നു. കരുത്തിൻ്റെ കാര്യത്തിൽ മാന്ധാതാവ് സമാനതകളില്ലാത്ത വ്യക്തിയായിരുന്നു. വ്യക്തിപരമായി നന്മകളിലേറെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും വളരെ കരുത്തുമുള്ള ഒരു ഭരണാധികാരിയുമായിരുന്നു മാന്ധാതാവ്. ആ മാന്ധാതാവിനെയാണ് ലവണാസുരൻ ഈ അടുത്ത കാലത്ത് വധിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാന്ധാതാവിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ശത്രുഘ്നൻ താല്പര്യം പ്രകടിപ്പിച്ചു. മാന്ധാതാവിനെ പുരുഷൻ പ്രസവിച്ചതാണെന്നും മാന്ധാതാവ് പെരുവിരലിൽ നിന്നാണ് പാല് കുടിച്ച് വളർന്നതെന്നൊക്കെ പറയുകയുണ്ടായല്ലോ. അതെന്താണ് എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട് എന്ന് ശത്രുഘ്നൻ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി അവർ പറഞ്ഞു, മാന്ധാതാവ് സുവസാശ്വൻ എന്ന ഒരു രാജാവിൻ്റെ പുത്രനാണ്. സുവസാശ്വന് 100 ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ മക്കളില്ലായിരുന്നു. സ്വശാസ്ത്രൻ്റെ ഭരണവും രാജ്യ നടത്തിപ്പുമൊക്കെ ഏറ്റവും മാതൃകാപരവും പുണ്യം കലർന്നതുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സന്തതികളില്ല എന്നുള്ളത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ദുഃഖം സഹിക്കവയ്യാതെ യോസാശ്വൻ ഒരിക്കലിങ്ങനെ വനാന്തരത്തിലേക്ക് യാത്രയായി. പല അവസരങ്ങളിലും താൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്താതെ
ജനങ്ങൾക്കിടയിലൂടെ യോസാശ്വൻ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെയാണ് ഒരിക്കൽ വനാന്തരത്തിലേക്ക് യോസാശ്വൻ യാത്രയായത്. യാത്രയാകുമ്പോൾ ഒരു മുനിമണ്ഡപം കണ്ട്. അപ്പം ആ മുനിമണ്ഡപത്തിൽ യോസാശ്വൻ അവിടെ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തേക്ക് കുറച്ചധികം മുനിമാർ വന്നു. അവർ അവിടെ ഇരുന്ന് പല കാര്യങ്ങളും യാഗങ്ങളെക്കുറിച്ചും മോക്ഷങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് യോസാശ്വൻ കേട്ടു. അപ്പോൾ ഇവർ സംസാരിക്കുന്ന യോസാശ്വൻ വളരെ ശ്രദ്ധാപൂർവമാണ് ഇത് കേട്ടുകൊണ്ടിരുന്നത്. മുനിമാർ യോസാശ്വനെ ശ്രദ്ധിച്ചു. ഒരാൾ, അപരിചിതനായ ഒരാൾ, മുനിയല്ലാത്തൊരാൾ നമ്മുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ അവരിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ യോസാശ്വൻ മെല്ലെ അവരെ പരിചയപ്പെട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ രാജ്യത്തെ രാജാവാണ്, യോസാശ്വൻ എന്നാണ് നമ്മുടെ പേര്. അപ്പോൾ മുനിമാർ കേട്ടിട്ടുണ്ട്, യോസാശ്വൻ രാജാവിനെ കേട്ടിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി അവർ യോസാശ്വനുമായി ഇടപെട്ടു. യോസാശ്വൻ തൻ്റെ വേദന, വിഷമം മുനിമാരോട് പറഞ്ഞു. തനിക്ക് മക്കളില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ വേദന ഏറെ ദുഃഖത്തോടുകൂടി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇതിനൊരു യാഗം ചെയ്യണം, ഇന്ദ്രദൈവതം എന്ന യാഗം ചെയ്യണം. ആ യാഗത്തിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാകൂ. അങ്ങയെ കാണുമ്പോൾ അങ്ങയ്ക്ക് വേണ്ടി നടത്താൻ കഴിയുന്ന യാഗം ഈ ഇന്ദ്രദൈവതം ആണ് എന്ന് നമുക്ക് തോന്നുന്നു എന്ന് മുനിമാർ അഭിപ്രായപ്പെട്ടു. യോസാശ്വന് വളരെ സന്തോഷമായി അത് ചെയ്യാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ മുനിമാർ യാഗം തുടങ്ങി. രാത്രി യാഗം തുടങ്ങി. വളരെ വൈകി, രാത്രിയുടെ അന്ത്യയാമത്തിൽ വളരെ വൈകി, വളരെ വലിയ യാഗമാണ് നടത്തിയത്. യോസാശ്വൻ രാത്രിയായപ്പോൾ ഭയങ്കര വെള്ളദാഹം. അദ്ദേഹം അവിടെയൊക്കെ വെള്ളം അന്വേഷിച്ചു. ഒരിടത്തും വെള്ളം കിട്ടിയില്ല. ഇപ്പം യാഗം നടന്ന അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ഒരു കുടത്തിൽ വെള്ളമിരിക്കുന്നു. ഇദ്ദേഹം ആ വെള്ളമെടുത്ത് കുടിച്ചു. പിറ്റേന്ന് രാവിലെയാണ് ഈ കുടത്തിലെ വെള്ളം കുറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ മുനിമാർ അതിൻ്റെ പ്രശ്നം തിരക്കിയപ്പോൾ അത് യോസാശ്വൻ പറഞ്ഞു, അത് നാം ഇന്നലെ രാത്രി ദാഹമുണ്ടായപ്പോൾ എടുത്ത് കുടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഗർഭം ധരിക്കുവാൻ വേണ്ടി യാഗം നടത്തിയ വെള്ളമാണത്. അങ്ങയുടെ ഭാര്യമാർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് ആ വെള്ളം ഇങ്ങനെ തയ്യാർ ചെയ്തത്. അത് അങ്ങെടുത്ത് കുടിച്ചപ്പോൾ ഇനിയിപ്പോൾ വിധി മറ്റൊന്നാകുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ യോസാശ്വൻ ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ച് 10 മാസം കഴിഞ്ഞപ്പോൾ യോസാശ്വൻ്റെ വലതു ഭാഗത്തെ തുട കീറി കുഞ്ഞ് പുറത്തു വന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ എന്തു ചെയ്യും? യോസാശ്വൻ ഈ വിധം വന്ന കുഞ്ഞിനെ
തൻ്റെ രാജ്യത്ത് കൊണ്ടുപോയി വളർത്താൻ തയ്യാറായില്ല. തൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് വളർത്താൻ തയ്യാറായില്ല. യോസാശ്വൻ ആ കുഞ്ഞിനെ കാട്ടിലുപേക്ഷിച്ചു. കാട്ടിലുപേക്ഷിച്ച കുഞ്ഞ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇന്ദ്രദൈവതം എന്ന യാഗം ചെയ്തുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് മരണമുണ്ടാവില്ല, യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അവിടെ ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് ഈ കുഞ്ഞിന് മാന്ധാതാവ് എന്ന പേര് നൽകി. നീ എന്നെ പാനം ചെയ്യൂ എന്നാണ് മാന്ധാതാവിൻ്റെ അർത്ഥം. അങ്ങനെ ആ കുഞ്ഞിന് ദേവേന്ദ്രൻ നാമകരണം ചെയ്തു. ഒപ്പം ദേവേന്ദ്രൻ ആ കുഞ്ഞിൻ്റെ കാലിൻ്റെ പെരുവിരലെടുത്ത് വാക്കകത്ത് വെച്ചു കൊടുത്തു. പാല് കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ പെരുവിരലിലൂടെ പാല് ചുരുത്തി വന്നു. ആ കുട്ടി സ്വന്തം കാലിലെ പെരുവിരലിലൂടെ പാല് കുടിച്ചു വളർന്നു. ആ മാന്ധാതാവ് വളരെ കരുത്തനായി മാറി, വളരെ പ്രബലനും ശക്തിമാനും ഒക്കെയായി യോസാശ്വൻ്റെ തന്നെ രാജ്യത്തെ യോസാശ്വൻ്റെ പിൻഗാമിയായി വളർന്നു. അങ്ങനെ ഇരിക്കുകയാണ് ലവണാസുരനുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും ലവണാസുരൻ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി തൻ്റെ കയ്യിലുള്ള ശൂലം എടുത്ത് പ്രയോഗിച്ച് മാന്ധാതാവിനെ വധിക്കുകയും ചെയ്തു. ഈ കഥ ഇങ്ങനെ പറയുമ്പോൾ മാന്ധാതാവിനെയും വധിക്കാൻ കഴിഞ്ഞ ലവണാസുരൻ്റെ ശക്തി ശത്രുഘ്നന് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും ശത്രുഘ്നും സംഘവും യാത്ര തിരിച്ച് നേരെ മധുവനത്തിൽ എത്തിച്ചേർന്നു. ആ സമയം ലവണാസുരൻ പുറത്ത് നായാട്ടിന് പോയിരിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തനിക്ക് ആവശ്യമായ ഭക്ഷണം താൻ തന്നെ വേട്ടയാടി എടുക്കുക എന്നുള്ളതാണ്. മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യരെയും ഋഷിമാരെയും ആരാ എന്താ എന്നുള്ള കിട്ടുന്നതെന്തും കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലവണാസുരൻ തൻ്റെ വേട്ടയ്ക്കായി അന്ന് രാവിലെ ഇറങ്ങിപ്പോയതാണ്. ലവണാസുരൻ്റെ കോട്ടയ്ക്ക് മുന്നിൽ ശത്രുഘ്നും സംഘവും എത്തിച്ചേർന്നു. അപ്പോൾ ലവണാസുരൻ്റെ ഭടന്മാർ പറഞ്ഞു, ലവണാസുരൻ ഇങ്ങനെ വേട്ടയ്ക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. വൈകും വരാൻ എന്ന് പറഞ്ഞു. അതിനിടയിൽ ലവണാസുരൻ്റെ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് ശത്രുഘ്നൻ്റെ സേനാംഗങ്ങൾ പലതും തന്നെ ആ നാട്ടിൽ നിന്ന് മനസ്സിലാക്കി അവ ശത്രുഘ്നോട് പറയുന്നുണ്ടായിരുന്നു. ശത്രുഘ്നൻ മാറി നിന്നു ലവണാസുരനെയും കാത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം അടുത്തക്കാറായപ്പോൾ ലവണാസുരൻ വന്നപ്പോൾ ശത്രുഘ്നും സംഘം അവിടെ നിൽക്കുന്നുണ്ട്. ശത്രുഘ്നൻ ലവണാസുരനോട് പറഞ്ഞു, നാം നീയുമായി യുദ്ധം ചെയ്യാമെന്നതാണ്. ലവണാസുരൻ ഇത് കേട്ടപ്പോൾ ചിരി വന്നു. ഇന്നെനിക്ക് പോയിട്ട് ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയില്ല, നിനക്ക് നല്ല തടിയുണ്ട്, എന്തായാലും എനിക്കൊന്ന് ഭക്ഷിക്കാൻ ഭക്ഷണമായതിൽ വളരെ സന്തോഷം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ശത്രുഘ്നൻ്റെ ക്രോധം ഇങ്ങനെ
എരമ്പിച്ച് കയറി. വളരെ പുച്ഛിച്ചാണ് ലവണാസുരൻ സംസാരിക്കുന്നത്. അപ്പോൾ ലവണാസുരൻ പറഞ്ഞു, നീ നിൽക്ക്, ഞാൻ പോയി എൻ്റെ ആയുധം എടുത്തിട്ട് വരാം. അപ്പോൾ ശത്രുഘ്നൻ പറഞ്ഞു, നീ ആയുധമൊന്നും എടുക്കണ്ട, നിൻ്റെ കയ്യിലുള്ള ആയുധം മതി. ശത്രുവിനെ കണ്ടാൽ അപ്പോൾ തന്നെ, അല്ലെങ്കിൽ ദുഷ്ടരെ കണ്ടാൽ അപ്പോൾ തന്നെ നേരിടുക എന്നുള്ളതാണ് എൻ്റെ സ്വഭാവം. ഞാൻ പിന്നീട് ബാക്കി വയ്ക്കത്തില്ല. നിന്നെ കണ്ടപ്പോൾ ഇപ്പോൾ തന്നെ നീയുമായി യുദ്ധം ചെയ്യണം എന്ന് എനിക്ക് തീരുമാനമായി. നിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ലവണാസുരൻ ശത്രുഘ്നനെ ദേഷ്യത്തോടെ ആക്രമിച്ചു. അവർ തമ്മിൽ കൊടിയ യുദ്ധമായി, വളരെ ശക്തമായ യുദ്ധമായി. ലവണാസുരൻ വലിയ പാറകളും പർവ്വതങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് മരങ്ങളൊക്കെ പിഴുത് ശത്രുഘ്നന് നേരെ പ്രയോഗിച്ചു. പക്ഷെ അതൊന്നും ശത്രുഘ്നൻ്റെ അസ്ത്രപ്രയോഗത്തിന് മുന്നിൽ അതെല്ലാം നിഷ്പ്രഭമായി. അപ്പോൾ വീണ്ടും ലവണാസുരൻ പറയുകയാണ്, നാം നമ്മുടെ ആയുധം എല്ലാം എടുത്തിട്ടില്ല, നാം ആയുധം എടുത്തിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുവാൻ ശത്രുഘ്നൻ നിന്നുകൊടുക്കുകയോ സമയം കൊടുക്കുകയോ ചെയ്തില്ല. നിരന്തരമായി ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ശ്രീരാമദേവൻ കൊടുത്ത പ്രത്യേക അസ്ത്രമുണ്ടല്ലോ, മധുകൈടഭന്മാരെ വധിച്ച ആ അസ്ത്രം എടുത്ത് ശ്രീരാമദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശത്രുഘ്നൻ ലവണാസുരൻ നേരെ പ്രയോഗിച്ചു. ലവണാസുരൻ മരിച്ചു. ലവണാസുരൻ്റെ മരണത്തോടുകൂടി ഋഷിമാരും മറ്റെല്ലാവരും തന്നെ ഭയങ്കരമായി വളരെ സന്തോഷത്തോടുകൂടി ശത്രുഘ്നൻ്റെ സമീപത്തേക്ക് ഓടിയെത്തി. എത്രയോ കാലമായി അവർ അനുഭവിക്കുന്ന ഒരു വളരെ വലിയ വെല്ലുവിളിയായിരുന്നു, ഭീഷണിയായിരുന്നു, അപകടമായിരുന്നു ലവണാസുരൻ്റെ ആക്രമണം. അതിനാണ് ശത്രുഘ്നൻ ഒരു ദിവസം കൊണ്ട് അതിന് അന്ത്യം കുറിച്ചത്. ശത്രുഘ്നൻ നേരെ മധുവനത്തിലേക്ക് കയറി തൻ്റെ രാജ്യം അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. മധുവനത്തിൻ്റെ പേര് മധുര എന്നാക്കി മാറ്റി. ശത്രുഘ്നൻ കൊണ്ടുവന്ന ധനവും മറ്റ് സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് യമുനയുടെ തീരത്ത്, കാളന്തി നദിയുടെ തീരത്ത് അതിമനോഹരമായ മധുര എന്ന ഒരു പുതിയ രാജ്യം, മധുവനത്തെ പേരുമാറ്റി ശത്രുഘ്നൻ സ്ഥാപിച്ചു. അവിടെ കുറേ കാലം അങ്ങനെ ജനങ്ങൾക്ക് വളരെ സന്തോഷം പകരുന്ന നിലയിലുള്ള ഭരണം നടത്തി. ഒരു 6-7 മാസക്കാലം അവിടെ ആ വിധത്തിൽ ഭരണം നടത്തി. എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ കടന്നുപോയി, കാലം കടന്നുപോയി. ഇതിനിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും തലപൊക്കാൻ ശ്രമിച്ചുവെങ്കിൽ അതിനെയൊക്കെ തന്നെ ശത്രുഘ്നൻ യഥാസമയം കൈകാര്യം ചെയ്യുകയും രാജ്യത്ത് സമാധാനം ഉറപ്പാക്കുകയും ചെയ്തു. അങ്ങനെ 4-5 വർഷകാലം കടന്നുപോയപ്പോൾ രാജ്യത്ത് വളരെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ ആയപ്പോൾ ശത്രുഘ്നൻ തൻ്റെ നാട്ടിലേക്ക് ജ്യേഷ്ഠന്മാരെയും അമ്മമാരെയും കാണുവാനായി യാത്ര തിരിച്ചു. അങ്ങനെ അയോധ്യയിലെത്തി ശ്രീരാമദേവൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ഒക്കെ മുന്നിൽ നമസ്കരിച്ചു, അമ്മമാരെയും നമസ്കരിച്ചു. അവിടെ മധുരയിൽ താൻ നടത്തിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചും അവിടുത്തെ മാറ്റത്തെക്കുറിച്ചും അവിടെ സംഭവിച്ച കാര്യങ്ങൾ, ലവണ അസുരനെ നേരിട്ടതിനെക്കുറിച്ചും ഒക്കെ തന്നെ വാദോരാതെ ഇങ്ങനെ സംസാരിച്ച് വളരെ സന്തോഷവാനായി ശത്രുഘ്നൻ അങ്ങനെ അയോധ്യയിൽ കഴിയുകയാണ്. അയോധ്യയിൽ നിന്ന് ശത്രുഘ്നന് മധുരയിലേക്ക് മടങ്ങാൻ ഒരു താല്പര്യവും തോന്നിയില്ല.
ജ്യേഷ്ഠന്മാരോടൊപ്പം അമ്മമാരോടൊപ്പം അയോധ്യയിൽ കഴിയുന്നതാണ് സന്തോഷമെന്ന നിലയിലുള്ള ഒരു ചിന്ത ശത്രുഘ്നിലേക്ക് അപ്പോൾ വളർന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ശ്രീരാമദേവൻ ശത്രുഘ്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അനുജ ശത്രുഘ്ന, ബന്ധുക്കളും വീട്ടുകാരുമൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. കുടുംബാംഗങ്ങളോടൊത്ത് കഴിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നീ ഇന്ന് വെറും അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനും ശ്രീരാമൻ്റെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും അനുജനും മാത്രമല്ല, നീ ഇന്ന് രാജ്യത്തെ ഭരണാധികാരിയാണ്. ഒരു ഭരണകർത്താവിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങളുടെ നന്മയാണ്. ജനനന്മയാണ് ഒരു ഭരണകർത്താവ് എപ്പോഴും പാലിക്കേണ്ടുന്ന പ്രധാന കടമ. രാജ്യത്ത് നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. രാജ്യത്ത് ഉണ്ടാകണം ഭരണാധികാരി രാജ്യത്തുണ്ടാകണം. രാജ്യത്തെ പ്രശ്നങ്ങൾ കാണണം. രാജ്യത്ത് ഓരോ ദിവസവും ഓരോ നിമിഷവും പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും സദാസന്നദ്ധനായി ഭരണാധികാരി അവിടെ ഉണ്ടാകണം. അതുകൊണ്ട് നീ മധുരയിലേക്ക് മടങ്ങിപ്പോകണം. എന്താവശ്യമുണ്ടെങ്കിലും നിനക്കേത് സമയവും ഇവിടേക്ക് വരാം. പക്ഷേ നീ ഇപ്പോൾ മധുരയിലേക്ക് മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞ് ശ്രീരാമദേവൻ ശത്രുഘ്നെ മധുരയിലേക്ക് മടക്കി അയച്ചു.